ഒറ്റപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളരെ ദുർബലമായ പ്രതികരണങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സത്യം. അപ്പോൾ എത്രത്തോളം ഇപ്പോൾ ദീപിക കഴിഞ്ഞ ദിവസം 14-ാം തീയതി മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇരട്ട നിലപാടാണെന്ന് പറയുന്നു. ഗോവയിലും കേരളത്തിലും മറ്റൊരു നിലപാട്, മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റൊരു നിലപാട്. ഇത് പുതിയ കാര്യമാണോ? പുതിയ കാര്യമല്ല. അപ്പോൾ തിരിച്ചറിയണം. ഇവിടെ ഇപ്പോൾ BJP വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇനിയും ക്രിസ്മസിന് കേക്ക് കൊടുക്കലും മധുരം കൊടുക്കലും അരമന കയറിയിറങ്ങലും ഒക്കെ ഉണ്ടാകും. ഈ കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യയാണ് എന്ന് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, കണ്ണു തുറന്ന് തിരിച്ചറിഞ്ഞാൽ, കാസ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശം സഭ തന്നെ നൽകിയാൽ അതാണ് ഉചിതം. മാത്രമല്ല, സഭാ നേതൃത്വങ്ങൾ പലപ്പോഴായി നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, കോടതി തന്നെ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൂട്ടത്തോടെ മുസ്ലിം സമൂഹം ഇവിടെ ക്രിസ്ത്യാനികളെ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ, ഞങ്ങൾക്കിത് ആളുകൾ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലൊക്കെ പറയുന്നവർക്ക് വലിയ രീതിയിൽ ഇവിടെ ഒരു പ്രതികരണം അവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ പലപ്പോഴും ബിഷപ്പുമാർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളതെന്നും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. തിരിച്ചറിഞ്ഞിട്ടും ഭയപ്പാടോടുകൂടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.